ഒഡീഷയിലെ പൂരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥോത്സവമായിരുന്നു ഇന്നലെ. അപ്പോൾ ഈ ഉത്സവത്തെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. നമ്മുടെ നാട്ടിൽ തേരും കുതിരയൊക്കെ ഉണ്ട് ശിവരാത്രിക്കും ഭരണിക്കും ഒക്കെ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ രഥോത്സവത്തിനെ കുറിച്ച് ഞാൻ കഥ അറിയുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഈ രഥോത്സവം എന്ന് പറയുന്നത് ഞാൻ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു തരാം. അതായത് ഇതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു അറിവാണ്. അതായത് പൂരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക്, ജഗന്നാഥൻ എന്ന് പറയുന്നത് തന്നെ ശ്രീകൃഷ്ണൻ്റെ ഒരു രൂപം തന്നെയാണ് കേട്ടോ. അതായത് ശ്രീകൃഷ്ണനും ശ്രീകൃഷ്ണൻ്റെ സഹോദരനും സഹോദരിയും കൂടെ വർഷത്തിലൊരിക്കൽ ഗുണ്ടിച്ച എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലോട്ട് പോകുന്നു. അതിനെയാണ് രഥയാത്ര അല്ലെങ്കിൽ രഥോത്സവം എന്ന് പറയുന്നത്. നമ്മൾ ഈ ഓണം, വിഷു, ഭരണി, ശിവരാത്രിയൊക്കെ ആഘോഷിക്കത്തില്ല, അതുപോലുള്ളൊരു ആഘോഷം. ജഗന്നാഥനും ഈ രഥത്തിനകത്തിരിക്കുന്നത് ജഗന്നാഥൻ്റെ സഹോദരൻ ബാലഭദ്രൻ, സഹോദരി സുഭദ്ര. ഇതിപ്പോൾ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ സ്റ്റെപ്പ് ആയതുകൊണ്ട് തന്നെയല്ല, ഇറക്കമാണല്ലോ, കയറ്റം ഇറക്കമാണ് ഇവിടെ ഫുൾ റോഡല്ല. അന്നേരം താഴോട്ട് പോകുമ്പോഴത്തേനും അകത്തിരിക്കുന്ന ഭഗവാനൊക്കെ ഉണ്ടല്ലോ താഴോട്ട് ഇങ്ങനെ ഇളക്കി പോരുന്നു. അന്നേരം പിന്നെ കുറേ നേരം കുറച്ച് സമയം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾ റെഡിയാക്കി കൊടുക്കും. പിന്നെ താഴോട്ട് വരും. പിന്നെ അതുകൊണ്ടാണ് കൈ പിടിച്ച് പൊക്കി. ഇവർ 3 പേരും 3 രഥങ്ങളിലായിട്ടാണ് പോകുന്നത്. ഓരോ രഥത്തിനും ഓരോ പേരുണ്ട് കേട്ടോ. നന്ദികേശ രഥം, അങ്ങനെ വേറെ 2 പേര് കൂടെ അവർ പറഞ്ഞു കേട്ടോ, അത് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ 3 രഥങ്ങളായിട്ട് പോയിട്ട് അവിടുന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തിരിച്ച് ജഗന്നാഥ ക്ഷേത്രത്തിലോട്ട് തിരിച്ചു വരുന്നു. ആ തിരിച്ചു വരുന്ന ആ ഒരു വരവുണ്ടല്ലോ, ആ യാത്രയ്ക്ക് പറയുന്ന പേരായിരുന്നു ബഹുദാ യാത്ര. അതും ഭയങ്കര ആഘോഷമാണ്. ഭഗവാൻ പോയിട്ട് തിരിച്ചു വരുന്ന, നമ്മുടെ നാട്ടിൽ ആറാട്ടിന് പോയിട്ട് ആറാട്ട് തിരിച്ചു വരത്തില്ലേ, അതുപോലെ തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഭഗവാൻ ജഗന്നാഥനും സഹോദരങ്ങളും വർഷത്തിലൊരിക്കൽ ഭക്തരെ കാണാൻ വരുന്ന ആ ഒരു യാത്ര, വരുന്ന ആ ഒരു വരവിന് പറയുന്ന പേരാണ് രഥോത്സവം എന്ന് പറയുന്നത്. അത് ഇവരുടെ നാട്ടിൽ ഭയങ്കര ആഘോഷമാണ് കേട്ടോ. നമ്മൾ ഓണമൊക്കെ ആഘോഷിക്കുന്ന പോലെയാണ് ഭയങ്കര ആഘോഷം. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഇവളിത് പറഞ്ഞു കേട്ടപ്പോൾ ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേനും ഒരുപാട് വീഡിയോസ് കണ്ട് നല്ല ഇതുപോലെ വലിയ രഥങ്ങളൊക്കെ വെച്ചിട്ട് ആൾക്കാർ ഇതിങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നതും ഭയങ്കര ജനത്തിരക്കും ഒക്കെ. അപ്പോൾ ഞങ്ങളിതൊക്കെ കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് കോട്ടേഴ്സിൻ്റെ അവിടെയുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട് എന്തുവാ സംഭവം എന്നുള്ള രീതിയിൽ. ആർക്കും അങ്ങനെ വലുതായിട്ട് അറിയത്തില്ല ഇതിനെക്കുറിച്ച്. പിന്നെ നമ്മുടെ നാട്ടിലെ ഓണം പോലാണ് ഇവർക്ക് ഭയങ്കര ആഘോഷമൊക്കെ ആയിരുന്നു. നമ്മൾ രാവിലെ മുതൽ അമ്പലത്തിൽ പോകുന്നു, പൂജയൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ രഥം ഇതാണ് ആൾ കേട്ടോ, ശ്രേയ കൊച്ചു വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പുള്ളിക്കാരി തന്നെ എല്ലാം ഉണ്ടാക്കിയതാണ്. പിന്നെ നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട് അത് കാണാൻ. ഇതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. പിന്നെ നല്ല മഴ വരുന്ന കാരണമേ ഞങ്ങൾ ഒരുപാട് അങ്ങ് താഴോട്ട് പോയില്ല, കുറച്ചേ പോയുള്ളൂ. മഴയുടെ ഒരു ചക്രമുള്ള കാരണം മഴ പെയ്യുമോ ഇല്ലയോ എന്നറിയില്ല. ഈ രഥം കാണാൻ ചെറുതാണെങ്കിലും നല്ല വെയിറ്റാണ്. ഞാൻ അതേ കരുതി ഒട്ടും വെയിറ്റ് കാണത്തില്ലെന്ന്, പക്ഷേ എങ്കിൽ പിടിച്ചപ്പോഴല്ലേ അറിഞ്ഞു നല്ല വെയിറ്റ് ഉണ്ട് സംഗതിക്ക്. ഇത് പൊക്കിക്കൊണ്ട് വന്ന് ഞങ്ങൾ താഴോട്ട് പൊക്കിക്കൊണ്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തല്ലോ, ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഫുൾ സ്ലോപ്പാണല്ലോ. അതായത് താഴോട്ട് ഇങ്ങനെ വരുന്ന സ്ലോപ്പായ കാരണം നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേന് ഇതിനകത്തിരിക്കുന്ന ഭഗവാൻ ജഗന്നാഥ സ്വാമിയൊക്കെ ഉണ്ടല്ലോ, ഇതിനകത്ത് ഇളകി താഴോട്ട് പോരുക. അപ്പോൾ ഞങ്ങൾ എഴുതി കുറച്ച് താഴെ കൊണ്ടുപോയിട്ട് അവിടുന്ന് തിരിച്ച് മേലോട്ട് വലിച്ചോണ്ട് വരാം. അപ്പോൾ പിന്നെ താഴോട്ട് പോകുന്ന ഒരു പ്രശ്നം വരത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ താഴോട്ട് പോവാണ്. പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ഇതൊക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നത്. നല്ല രസമായിരുന്നു. ഇന്നലെ എന്തോ ഭാഗ്യത്തിന് നല്ല കാലാവസ്ഥയായിരുന്നു. സാധാരണ മഴ അല്ലെങ്കിൽ ഫോഗായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ പോലും കാണാൻ പറ്റത്തില്ലായിരുന്നു. ഇതിപ്പോൾ ഇത്രയും ആൾക്കാരെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഈ ഒരു 2 ബിൽഡിങ്ങിൽ ആൾക്കാരാണ് കേട്ടോ. ഞങ്ങൾ ഇത്രയും കൂട്ടർ. ഈ കൂട്ടത്തിൽ ഒരാൾ മിസ്സിംഗ് ആണ് കേട്ടോ. തമിഴ് ഫാമിലി വന്നിട്ടുണ്ട്, ഞങ്ങളുടെ ബിൽഡിങ്ങിൽ തന്നെ ഉള്ളതാണ്. പുള്ളിക്കാരി വന്നില്ല. പുള്ളിയുടെ കുഞ്ഞാണെങ്കിൽ ഉറക്കമായിരുന്നത് കാരണം കുഞ്ഞിനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് വരുന്നത് എങ്ങനെ, അത് കാരണം പുള്ളിക്കാരി വന്നില്ല. ഞങ്ങൾ ഇത്രയും പേരും ഉണ്ടല്ലോ, എല്ലാം പ്രത്യേകം നാട്ടുകാരാണ്. അതായത് ഇതിനകത്ത് UP ഉണ്ട്, ബീഹാറുണ്ട്, രാജസ്ഥാനുണ്ട്, മഹാരാഷ്ട്രയുണ്ട്, ബംഗാളുണ്ട്, പിന്നെ നമ്മൾ കേരളയുണ്ട്, പിന്നെ ഞാൻ പറഞ്ഞൊരു തമിഴ് ഫാമിലി. അപ്പോൾ ഇത്രയും പേരാണ് ഞങ്ങൾ. 2 ബിൽഡിങ്ങിലെ ആൾക്കാരാണ് ഇത്രയും പേര്. ഈ സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ ആണെങ്കിൽ സൈഡ് ഫുൾ കാടാണ് കേട്ടോ. ഇവിടെ ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴത്തേന് നല്ല തണുപ്പാകുമ്പോഴത്തേന് കരടി ഇറങ്ങും. ഇവിടെ കരടിയുടെ കൂടൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ ഞാനൊന്ന് മറന്നുപോയി. ഇഷ്ടംപോലെ കരടി ഉണ്ട് കേട്ടോ. ഈ ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴത്തേന് കരടിയൊക്കെ ഇറങ്ങും കേട്ടോ. ഇവിടെ ഒരു നെറ്റിൻ്റെ വേലി പോലെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കരടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ട് വന്ന സമയത്ത് നമ്മുടെ അപ്പുറത്തൊക്കെ ഉള്ളവർ പറയുമായിരുന്നു ഇതുപോലെ കരടി ഇറങ്ങും, സൂക്ഷിക്കണം, സന്ധ്യ കഴിഞ്ഞാണെങ്കിൽ വെളിയിൽ ഇറങ്ങരുത്. കാടൊക്കെ ആയതുകൊണ്ട് കരടി മാത്രമല്ല, ആന ഒഴിച്ച് ബാക്കി ഒരുമാതിരി എല്ലാ വന്യജീവികളും ഇതിനകത്തോട്ട് ഉപദ്രവിക്കുന്നത് കാണും. കുറുക്കനെ ഒരുപാടുണ്ട് കേട്ടോ. സന്ധ്യ കഴിയുമ്പോഴത്തേന് കുറുക്കൻ്റെ കൂവലയൊക്കെ എപ്പോഴും ഇപ്പോൾ കേട്ട് ശീലമായി. പിന്നെ പിന്നെ പകൽ സമയത്തൊക്കെ നമ്മൾ എടുത്ത് വരുന്നതാണ്. ഈ കരടി എന്ന് വെച്ചാൽ ആ നെറ്റയിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഡിസംബർ ജനുവരി ആ മാസത്തിലൊക്കെ നമ്മൾ നോക്കാമെങ്കിൽ, രാവിലെയൊക്കെ നോക്കാമെങ്കിൽ ആ നെറ്റ് ഫുള്ള് കരടിയുടെ രോമം ഇരിക്കുന്നതാണ്. അത് ചാടി വരുന്നതാണ്. ഈ അടുത്തിടയ്ക്ക് എന്ന് വെച്ചാൽ നമ്മുടെ അയ്യപ്പ പൂജയുടെ സമയത്താണ്, വൃശ്ചിക മാസത്തിലാണ്. ഞങ്ങൾ രാത്രിയിൽ അമ്പലത്തിൽ പോയിട്ട്, ഇവിടെ തണുപ്പായ നേരത്തെ ഇരുട്ടുമായിരുന്നു. ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് 2 വീലറിലായിരുന്നു. ഞങ്ങൾ വന്നുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഒരു മാനെ കണ്ടു.
ഞാൻ കരുതി കുറുക്കനായിരിക്കുമെന്ന്. ഞങ്ങളങ്ങ് ഭയന്ന് പോയി. ഞാനാ ശരിക്കും പേടിച്ചേട്ടോ. ഞാൻ കരുതി കുറുക്കനാണെന്ന് കരുതി ബഹളം വെച്ചു. പക്ഷേ കുറുക്കനും പട്ടി എന്നുള്ളത് മാനായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ക്വാർട്ടേഴ്സിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടൻ്റെ ഫോണിൽ മെസ്സേജ് വരുന്നു, ആരും പുറത്തിറങ്ങരുത്, കരടി ഇറങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ പട്ടികളുണ്ടായിരുന്നേ. ഈ പട്ടികളെ ഓരോ ദിവസം ആകുമ്പോൾ ഓരോന്ന് കുറഞ്ഞു വരും. കാരണം ഈ രാത്രി ഈ കരടി ഉണ്ടല്ലോ വിശന്നിട്ടാണ് ഇറങ്ങുന്നത്. തണുപ്പ് കൂടുമ്പോഴാണ് കാട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അന്നേരം ഈ പട്ടികളെയൊക്കെ ഓരോ ദിവസം ഓരോ പട്ടിയായിട്ട് പിടിച്ചുകൊണ്ട് പോവുകയാണ്. കരടിയാണ് അടിക്കുന്നത്. അതുപോലെ തന്നെ കോഴി, നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇവിടെയൊക്കെ കോഴിയുടെയൊക്കെ തൂവൽ കിടക്കുന്നതാണ്. കോഴി, മാൻ, പട്ടി ഇതിനെയൊക്കെ പിടിച്ചുകൊണ്ട് കഴിക്കുന്നത് കുറുക്കനല്ല, കരടിയാണ്. ഭയങ്കര ശല്യമാണ്. ഞങ്ങൾ ഫസ്റ്റ് നിന്ന ഹോട്ടലുണ്ടല്ലോ, അവിടെ ആണെങ്കിൽ രാത്രി നമ്മൾ നല്ല ഉറക്കമായി കഴിയുമ്പോൾ ഇങ്ങനെ മുറുക്ക ശ്വാസം എടുക്കുന്ന സൗണ്ട് കേൾക്കാം. കരടിയാണ്, നല്ല രീതിയിൽ ശ്വാസം വിടുന്ന സൗണ്ട് കേൾക്കാം. സൗണ്ട് കേട്ട് നമ്മൾ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ അറ്റാക്ക് ചെയ്യും. ഇവിടെ ഉള്ളവർ പറയുന്നതെന്ന് അറിയോ, കരടിക്ക് കുഞ്ഞു കുട്ടികളാണ് ഇഷ്ടം. പിള്ളേരെയൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് വെളിയിൽ ക്വാർട്ടേഴ്സിൻ്റെയൊക്കെ വെളിയിൽ നിർത്തുവാണെങ്കിലുണ്ടല്ലോ പൊക്കി എടുത്തുകൊണ്ട് പോകും. അത് കൊണ്ടുപോകുന്ന എന്തിനാണെന്ന് അറിയത്തില്ല, തിന്നുകയോ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. എല്ലാവരും പറയുന്നത് കരടി അള്ളും, നമ്മളെ കണ്ട് അടിച്ചിടുമെന്നൊക്കെയാണ് പറയുന്നത്. ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. ഇതിനു മുന്നേ ഇവിടെ നേരത്തെ ആരും ഉപദ്രവിച്ചിട്ടുണ്ട് കരടി. പുള്ളി ഒറ്റയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സമയത്ത് കരടി കയറി പുള്ളിക്കാരനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത് രക്ഷപ്പെട്ടോ എന്നറിയില്ല. പുള്ളിക്ക് എന്തോ കാര്യമായിട്ട് നല്ല രീതിയിൽ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും പറയും. അത് കാരണം എല്ലാവർക്കും പേടിയാണ്. ഒറ്റയ്ക്ക് സന്ധ്യ കഴിഞ്ഞാൽ ഈ റൂട്ടിൽ കൂടെ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല എന്നാണ് പറയുന്നത്. സ്ഥലം കാണാൻ നല്ല ഭംഗി അടിപൊളിയൊക്കെ ആണെങ്കിൽ പോലും ഇതുപോലെ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് അപകടങ്ങൾ ഇതിനകത്തുണ്ട്. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, കാണാൻ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. പക്ഷേങ്കിൽ അതുപോലെ തന്നെ പാമ്പ് പല സൈസിലേ ഉണ്ട്, ഒരുപാടുണ്ട് പാമ്പ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശല്യമായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത് ജോക്കാണ്. ഇന്നലെ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ശ്രീകുട്ടിക്ക് കിട്ടി ജോക്ക് കടി. അകത്ത് കയറി കഴിഞ്ഞപ്പോൾ എനിക്കും കിട്ടി. നമ്മുടെ എവിടെയെങ്കിലുമൊക്കെ കടിച്ച് പിടിച്ചിരിക്കുന്നു, നമുക്ക് അറിയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ, ഞാനിതുപോലെ ഇന്നലെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ക്വാർട്ടേഴ്സിൽ കയറി എല്ലാം റൂമെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞ് വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് കൈ കഴുകാൻ ചെന്നപ്പോഴത്തേനുണ്ടല്ലോ എൻ്റെ കയ്യിൽ എന്തോ ഇങ്ങനെ ഉറുമ്പ് കടിക്കുന്നുള്ളൂ. സാധാരണ ഇത് കടിച്ചാൽ ഫീലിങ്സ് ഒന്നും വരത്തില്ല. കയ്യിൽ ഇങ്ങനെ ഉറുമ്പ് കടിക്കുന്ന പോലെ ഒരു ഫീലിങ്സ്. നോക്കിയപ്പോഴത്തേനും എന്തോ ജോക്ക് കടിച്ചിരിക്കുന്നു എൻ്റെ കയ്യിൽ. ഈ തട്ടി വിട്ടിട്ട് ഇത് പോണില്ല. പിന്നെ ഉപ്പിട്ട് കൊടുത്താലേ സംഗതി വിടിവിടത്തുള്ളൂ. ഉപ്പിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് രക്തം ഒഴുകുമായിരുന്നു നല്ല രീതിയിൽ. ഒരുപാട് പോയി. ശ്രീകുട്ടി ഇന്നലെ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഇതുപോലായിരുന്നു. ഷൂ വിട്ട് സോക്സ് ഇട്ടിട്ട് കൂടെ ജോക്ക് കടിച്ച് കാലേന്ന് ഇങ്ങനെ രക്തം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ മൈക്കല്ല സ്പീക്കർ കൊണ്ടുപോയി പാട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് പോയത്. ഇപ്പോഴത്തെ സ്പീക്കർ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞിട്ടേക്കുന്നത്. പിന്നെ ഇവിടെ പ്രസാദ വിതരണമായിരുന്നു. ഇത് ലഡുവാണ്. ഇത് ശ്രേയ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ റെസിപ്പി ഇനിയൊന്ന് ചോദിക്കണം, എന്നിട്ട് അതൊന്ന് ട്രൈ ചെയ്യണം. എനിക്ക് സാധാരണ ഈ ലഡുവൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് റവയാണെന്ന് തോന്നുന്നു. കഴിച്ചിട്ട് റവയുടെ ടേസ്റ്റാണ്. ഞാനിത് 4-5 കഴിച്ചു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങളുടെ പ്രോഗ്രാമൊക്കെ ഏകദേശം കഴിയാറായി. സന്ധ്യ വിളക്ക് കത്തിക്കേണ്ട ടൈമായി. അന്നേരത്തേന് പിന്നെ ഞങ്ങളിന്ന് എല്ലാവരും ക്വാർട്ടർ കയറാന്ന്. ഇതും പ്രസാദമാണ്. ഇതെല്ലാം അവർ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇവർക്ക് എല്ലാത്തിനും ഇവിടെ സ്പെഷ്യൽ മാങ്ങയാണ് കേട്ടോ. ഈ ബംഗാൾ നാട്ടുകാർക്ക് മാങ്ങയാണ് അവരുടെ സ്പെഷ്യൽ. എല്ലാ പ്രോഗ്രാമിലും മാങ്ങ കാണും. ഇതാണ് ജഗന്നാഥ ഭഗവാനും സഹോദരങ്ങളും. സത്യം പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാന് സഹോദരി ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഇന്നലെയാണ് അറിയുന്നത്. അത് നമ്മളിങ്ങനെ ഓരോ ദിവസം ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കുമെന്ന് പറഞ്ഞ പോലെ ഞാൻ ഇന്നലെ എനിക്ക് കിട്ടിയ അറിവാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ടാറ്റാ ബൈ സി.